ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദ വാണ്ടറിംഗ് മൈൻഡ് ഈസ് ആൻ അൺഹാപ്പി മൈൻഡ് എന്ന ടൈറ്റിലിൽ 2010 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തരായ 2 ശാസ്ത്രജ്ഞന്മാർ നടത്തിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവർ ഇതിനായിട്ട് ചെയ്തത് ഒരു ഐഫോൺ ആപ്പിൽ 2250 പേരുടെ ഡേറ്റ ദിവസത്തിൻ്റെ പല സമയങ്ങളിലായി ശേഖരിച്ചു. ഇതിൻ്റെ റിസൾട്ട് ഇപ്രകാരമായിരുന്നു: ജോലി ചെയ്യുന്ന ആളുകളിൽ 47% പേരും തങ്ങളുടെ വർക്കിംഗ് ടൈമിൽ അവർ ചെയ്യുന്ന കൃത്യങ്ങളിൽ നിന്നും അവരുടെ ചിന്തകൾ മറ്റ് മേഖലകളിലേക്ക് വാണ്ടർ ചെയ്തിരുന്നു. അതായത് ചെയ്യുന്ന ജോലിയുടെ സമയത്ത് അവരുടെ ചിന്തകൾ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും മാറിപ്പോയിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, നമ്മൾ ഒരു കൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് പാസ്റ്റിലേക്കും കഴിഞ്ഞ കാലങ്ങളിലേക്കും വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കും ഒക്കെ ചേക്കേറാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗിൽറ്റും, വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് മനസ്സ് ചേക്കേറുന്നതെങ്കിൽ നമുക്ക് ആങ്സൈറ്റിയും ഫിയറും ഉണ്ടാവും. ഇത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൃത്യങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ അസന്തുഷ്ടരാക്കുന്നു. മനസ്സിൻ്റെ ഈ വാണ്ടറിങ് നമുക്ക് അസന്തുഷ്ടി അല്ലെങ്കിൽ അസന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നാണ് അവരുടെ പഠനത്തിൻ്റെ കണ്ടെത്തൽ. നമുക്ക് ഈ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചാൽ മെറ്റാ അവയർനെസ്സിലേക്ക് കൂടെ വരിക എന്നതാണ് പ്രതിവിധി. ദ അവയർനെസ് ഓഫ് വെയർ യുവർ മൈൻഡ് ഈസ് നൗ. എൻ്റെ മനസ്സ് ഇപ്പോൾ എവിടെയാണ് എന്ന അവയർനെസ്, ഈ മെറ്റാ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സ് വറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ മനസ്സ് ഇപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഈ അവയർനെസ് ഉണ്ടാക്കി കിട്ടിയാൽ, ഈ അവയർനെസ് ഉണ്ടായാൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൃത്യങ്ങളിലേക്ക്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒന്ന് ബ്രെത്ത് അവയർനെസ്സിലേക്ക് വരിക. അങ്ങനെ ഈ മൈൻഡ്ഫുൾ പ്രാക്ടീസിലൂടെ, മെറ്റാ അവയർനെസ്സും മൈൻഡ്ഫുൾ പ്രാക്ടീസിലൂടെയും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മുടെ ഇഫക്റ്റീവ്നെസ്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി കൂട്ടാനും സാധിക്കും. താങ്ക് യു.